എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നത്? ഇതൊക്കെ ആണെങ്കിൽ എവിടേക്കാണെന്നാണോ? അതെ, പുതിയ പുതിയ പല പരിഷ്കാരങ്ങൾ കാണുമ്പോ നോക്കണമല്ലോ. ആസ്വദിക്കുന്നത് നിങ്ങളാണെങ്കിലും അനുഭവിക്കുന്നത് ഞാനാണല്ലോ. ഓ, ഇനി ഞങ്ങളെ കൊണ്ട് അച്ഛൻ ഒരുപാട് അസ്വസ്ഥനാവണ്ട. ഞാനും മുത്തശ്ശിയും ഈ വഴിക്ക് വരാനേ പോകുന്നില്ല. അല്ല, എന്താടി മോളെ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലാറ്റിന്റെ പേര്? കൗസ്തുഭം. കൗസ്തുഭം. അവിടുത്തെ 10ാം നിലയിലേ ഇവളുടെ പേരിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അതിന് എത്രയടി മോളെ? 1.5 കോടി. ഓ, 1.5 കോടി. അത്രയല്ലേ ഉള്ളൂ? അപ്പോഴേ ഞങ്ങള് രണ്ടുപേരും ഇന്നു മുതൽ അങ്ങോട്ട് താമസം മാറ്റുക. ഫ്ളാറ്റിന്റെ കാര്യങ്ങളൊന്ന് ഉറച്ചതിന് ശേഷം പറയാമെന്ന് കരുതിയിട്ട. ഓഫീസിൽ ചെന്നപ്പോഴേ കാര്യങ്ങളൊക്കെ അങ്ങ് റെഡിയായി. അപ്പൊ പിന്നെ എന്തിനാ ഈ നശിച്ച വീട്ടിൽ കിടക്കുന്നേ? എന്നാ അമ്മയ്ക്ക് നശിച്ച വീടായത്? ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിക്കുന്നവര് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ദേ, തട്ടിപ്പറിച്ചു എന്നുള്ള വർത്തമാനമൊന്നും വേണ്ട. അവകാശമാ. അതിനുള്ള കാര്യങ്ങളും പകരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് എടുത്തത് ഇക്കാരണം കൊണ്ട് തന്നെയാ. നിങ്ങൾ രണ്ടുപേരുടെ സംസാരം കേട്ടിരിക്കുന്നത് മുത്തശ്ശിക്ക് അങ്ങ് മടുത്തു. ഏത് നേരം നോക്കിയാലും പ്രാരാബ്ദവും ഇരക്കലും, പിന്നെ കണിമംഗലത്തുകാരോടുള്ള അടിമത്തം. ഫ്ളാറ്റിൽ ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് കാണണമെങ്കിലേ ഇടയ്ക്ക് രണ്ടുപേരും ഒന്നങ്ങോട്ട് വന്നോ. പക്ഷേ അവിടെ വന്ന് കൂടിക്കളയാന്ന് വിചാരിക്കരുത്. രണ്ടും തിരിച്ചിഞ്ഞു പോന്നോണം. ഞങ്ങളെ കാണാൻ ആരെങ്കിലും ഒക്കെ കേറി വരുമ്പോഴേ ഈ ദരിദ്ര കോലങ്ങൾ ആരും കാണണ്ട. ഓ വേണ്ടമ്മേ, ഞാനും യശോദയും ആ വഴിക്ക് വരുന്നില്ല. അമ്മ പറഞ്ഞല്ലോ ദരിദ്ര കോലങ്ങളാണെന്ന്. കുറച്ചു നേരമായിട്ട് ഒരു വണ്ടി നമ്മുടെ പുറകെയുണ്ട്. സൂക്ഷിച്ചു നടന്നു. അവരുടെ വണ്ടി കേടായതോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓർമ്മയുണ്ടോ എനിക്ക്? പണ്ട് ഒരിക്കൽ നമ്മുടെ റിസോർട്ടിൽ പോയപ്പോ പുറകെ വന്ന വണ്ടി നമ്മളെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. താനത് വിശ്വസിച്ചില്ല, തർക്കിച്ചു. അവസാനം തനിക്കത് ബോധ്യപ്പെട്ടില്ലേ? അത് ശരിയാ. പക്ഷേ ഈ തെരുവിൽ നിൽക്കുന്ന നമ്മളെന്തിനാ ആരെങ്കിലും ഫോളോ ചെയ്യുന്നത്? അതുകൊണ്ട് അവർക്ക് എന്താ നേട്ടം? അവരുടെ നേട്ടം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പരമേശ്വരനാ തിരുമേനി. ഞാനും യശോദയും കണിമംഗലത്തേക്ക് വരണമെന്ന് കരുതിയിട്ട് ദിവസങ്ങളായി. പിന്നെ മനസ്സനുവദിച്ചില്ല. പ്രിയങ്ക ഇത്രയും ക്രൂരമായ ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തോട് കാണിച്ചിട്ട് എങ്ങനെയാ വന്ന് മുന്നിൽ നിൽക്കുന്നത്? പ്രിയങ്കയുടെ ഭാഗം പൂർത്തിയാക്കി മടങ്ങിയല്ലോ. അതിന്റെ പേരിൽ തിരുമേനിക്ക് ഒരു വിഷമം വേണ്ട. ഞാനിപ്പോ മറ്റൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? വരുണും രാധികയും ഇപ്പൊ കണിമംഗലത്തില്ല. എന്തുപറ്റി? അവരെവിടെ പോയി? അതൊരു തോൽവിയുടെ കഥയാ തിരുമേനി. കണിമംഗലം പരമേശ്വരൻ തോറ്റുപോയ കഥ. അല്ല, എനിക്കൊന്നും അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. കണിമംഗലത്ത്
എല്ലാവർക്കും തിരിച്ച് കണിമംഗലത്തേക്ക് കയറാം. ആ കൂട്ടത്തിൽ ഈ 2 പേരും ഉണ്ടാകാൻ പാടില്ല. വരുണും രാധികയും. എന്തൊക്കെയായി കേൾക്കുന്നേ? കണിമംഗലത്ത് ഞങ്ങളുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി അവരെ ബലി കൊടുക്കേണ്ടി വന്നു തിരുമേനി.